നിന്ന് ബാച്ചിലേഴ്സിനെക്കാട്ട് അടിപൊളി എന്ന് തോന്നുന്നു കപ്പിൾസിനാണ്. വെൽക്കം ബാക്ക് ടു ഇൻഷിമേറ്റ്. വെരി ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇന്ന് December 31 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത്, ആഘോഷിക്കാനല്ല ആഘോഷങ്ങൾ കാണാൻ വേണ്ടി പോകുന്നതാണ്. വയനാട് നമ്മളെ സിൽവർ വുഡ്സ് റിസോർട്ട് എന്ന റിസോർട്ടിലേക്കാണ് പോകുന്നത്. എൻ്റെ കൂടെ ഷിജാസ് ഉണ്ട്, അതേപോലെ ഇവിടെ തന്നെ നജീബ് ഉണ്ട് ചായ കുടിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ഉള്ളത് പാൽച്ചൂരാണ്, അതായത് നമ്മൾ കണ്ണൂരിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ കണ്ണൂർ നമ്മളെ കൊട്ടിയൂർ ടെമ്പിളൊക്കെ കഴിഞ്ഞിട്ട് ക്ഷേത്രമൊക്കെ കഴിഞ്ഞിട്ടുള്ള പാൽച്ചൂരാണ്. നല്ല അത്യാവശ്യം ഒരു 5 ഹെയർ പിൻ പെൻറ്റേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നല്ലൊരു റൂട്ടാണ് ഇത്. അപ്പോൾ കാണാം, ബാക്കി വിശേഷങ്ങളൊക്കെ വന്ന് അവിടെ എത്തിയതിന് ശേഷം കാണാം. ഓക്കെ, നല്ല വ്യൂ ആണ്. പാൽച്ചുരത്തിൻ്റെ ഒരു സെക്കൻഡ് ഹെയർ പിൻ പെൻറ്റാണിത്. ഇവിടെയുള്ളത് നമ്മൾ 6 ആളാണുള്ളത്. നമ്മളെ കൂടെ സജീർ ജോയിൻ ചെയ്തിട്ടുണ്ട്, അതേപോലെ അൻസാറും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഒന്നും തകർക്കൂല, പൊളിച്ചെടുക്കും. ഓക്കെ, നമ്മൾ ഈ ചുരം കയറി എത്തുന്ന സ്ഥലം ബോയ്സ് ടൗൺ ആണ്. ബോയ്സ് ടൗണിൽ നിന്ന് മാനന്തവാടിയിൽ നിന്ന് പടിഞ്ഞാറത്തറയിൽ നിന്ന് സിൽവർ വുഡ്സ് റിസോർട്ട്. ഈ സിൽവർ വുഡ്സ് റിസോർട്ട് ഒരു പ്രീമിയം ടൈപ്പ് ഒരു റിസോർട്ടാണ്, അല്ലെങ്കിൽ ഒരു ലക്ഷറി റിസോർട്ട് എന്ന് പറയാം. നല്ല റേറ്റിംഗ് ഉള്ളതാണ് ഓൺലൈനിലൊക്കെ. ഇവിടെ കൂടുതലും ഗസ്റ്റ് വരുന്നത് കേരളത്തിൽ നിന്ന് പുറത്തുനിന്നാണ്. മുംബൈ, അതേപോലെ ബാംഗ്ലൂർ, കർണാടക, അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തു നിന്നാണ് കൂടുതൽ ഗസ്റ്റുകളും ഇവിടെ സാധാരണ ഉണ്ടാവാറ്. സിൽവർ വുഡ്സിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം വൈകിട്ട് ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിസപ്ഷനിലേക്ക് കിടക്കുകയാണ്. ബാത്ത് സ്റ്റോപ്പൊക്കെ ഉണ്ട്, സെറ്റാണ്. ശരിക്കും നമ്മൾ നല്ല DJ പ്രോഗ്രാമൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് വന്നതാണ്. ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ശരിക്കും നമ്മളിവിടെ എത്താനായ സമയത്താണ് വിളിച്ച് പറയുന്നത്. കലക്ടർ ഓർഡർ ഉണ്ട് 10 മണി വരെ ന്യൂ ഇയർ സെലിബ്രേഷൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ആകെ മൂകമാണ് അവസ്ഥ. അപ്പോൾ എന്നോട് ഒരു ഗാനമേളൊക്കെ നടക്കുന്നുണ്ട്, ഒന്ന് പോയി നോക്കട്ടെ. വെള്ളം കൊടുക്കുന്നു. ഇവിടുത്തെ ഗെയിം സോൺ സൂപ്പറാണ് കേട്ടോ. ഗെയിം സോൺ അടിപൊളിയാണ്. ടേബിൾ ടെന്നീസ് ഉണ്ട്, 8 ബോൾ പ്യൂളുടെ ടേബിൾ ഉണ്ട്, അതേപോലെ 2 ക്യാരംസ് ഉണ്ട്, ചെസ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ ഇതൊരു അടിപൊളിയാണെങ്കിലും ഇതിനൊരു മെയിൻ്റെനൻസ് വളരെ കുറവാണ്. കാരണം ടേബിൾ ടെന്നീസിൻ്റെ ബാറ്റൊന്നും ഇത്ര പോരാ, ഒക്കെ കേടായിട്ടുണ്ട്. അതുപോലെ തന്നെ 8 ബോൾ പ്യൂളിൻ്റെ ടേബിളിലെ മാറ്റും ഒക്കെ ചെറിയ ഡാമേജുകളൊക്കെ ഉണ്ട്. അതിൻ്റെ മെയിൻ്റനൻസ് കുറച്ച് മോശമാണ്, എന്നാലും സംഭവം കിടുവാണ്.
ഇവിടെയാണ് നമ്മൾ പൈസ മുതലാക്കിയത്. പൈസ മുതലാക്കിയെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ഉഷാർ തന്നെയാണ്, അടിപൊളിയാണ്. റിസോർട്ട് സൂപ്പറാണ്, റൂംസ് കാര്യങ്ങൾ സറൗണ്ടിങ്സ് ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ പൈസ മുതലാക്കി പോയതാണ്. കാരണം നമ്മൾ 6 ആളും കൂടെ തിന്നതിന് കണക്കില്ല. അടിപൊളിയായിട്ട് നല്ല ഫുഡ്, സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡ് ആയിരുന്നു. വെള്ളപ്പം ഉണ്ട്, പൊറോട്ട ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ വെജിന് വേറെ തന്നെ സെക്ഷൻ ഉണ്ട്, നോൺ വെജ് വേറെ തന്നെ ഉണ്ട്, താറാവ് കറി വരെ ഉണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. അടിച്ച് തകർത്താണ് ഫുഡ്. എല്ലാവരും ലാവിഷായി കഴിച്ചു. പിന്നെ ഇതൊക്കെ വെജ് സെക്ഷനാണ്. ഇത് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഡെസേർട്സ് ഉണ്ട്, ഡെസേർട്സും അടിപൊളിയായിരുന്നു. ഹൈദരാബാദി സ്പെഷ്യൽ ഡെസേർട്സ് ഉണ്ടായിരുന്നു, ഗുലാബ് ജാം, ഐസ്ക്രീം, അങ്ങനെ ഒരുപാട് നല്ല ഒരു ലക്ഷറി തന്നെയായിരുന്നു. ശരിക്കും ഫുഡ് എന്ന് പറഞ്ഞാൽ ലക്ഷറി ആയിരുന്നു. അൺലിമിറ്റഡ് ആയിട്ട് ബൊഫേ ആയിട്ട് കഴിക്കാം, നമ്മളെ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതായിരുന്നു. സിലോട്സിലെ ഫുഡ് ഒരു രക്ഷയില്ല, സൂപ്പർ ഫുഡാണ്. സ്വിമ്മിംഗ് പൂൾ ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ കൂടുതൽ സമയം ചിലവഴിച്ചത് ഗെയിം സോണിൽ തന്നെയായിരുന്നു. നമ്മൾ 6 പേരുണ്ടായതുകൊണ്ട് എല്ലാ ഗെയിമും നമുക്ക് കളിക്കാൻ പറ്റി. ഈവൻ ജിമ്മ് വരെ അടിപൊളിയായിട്ട് ഉപയോഗിച്ചു. ജിമ്മ് പോകുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ അവരൊക്കെ സജീർ, അൻസാറൊക്കെ അടിപൊളിയായിട്ട് ജിമ്മൊക്കെ യൂട്ടിലൈസ് ചെയ്തു. ശരിക്കും തകർത്തിട്ടുണ്ട്. സിൽവർ റോഡ്സിലേക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഹെലികോപ്റ്റർ സർവീസസ് ഉണ്ട് കേട്ടോ. 4.25 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ 5 പേർക്ക് ഈ റിസോർട്ടിലേക്ക് ഹെലികോപ്റ്ററിൽ വരാൻ പറ്റും. ഇതായിരുന്നു നമ്മളെ റൂം കേട്ടോ. ഇതാണ് നമ്മുടെ റൂം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി. ബ്രേക്ക്ഫാസ്റ്റാണ്. അടി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നമ്മൾ കണ്ടതിൽ ഇവിടെ ഒറ്റ മലയാളീസിലിട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ട്? ഗെയിം സോണാണ് ഇവിടെ. ഇതാണ് റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻ്റാണ് ഇവിടെ. സ്വിമ്മിംഗ് പൂള്, ഇവിടെ ഫിഷ് സ്പാ ഒക്കെ ഉണ്ട്. ചാടിക്കുന്നു. ഫിഷ് സ്പാ ഒക്കെ ക്ലോസ്ഡ് ആണ്. ഇങ്ങനെയുണ്ട് സജീറ റിസോർട്ട്? അടിച്ച് പൊളിച്ച് സാധനം പൊളി. എനിക്ക് തോന്നുന്നു ബാച്ചിലേഴ്സിനെക്കാട്ട് അടിപൊളി എന്ന് തോന്നുന്നു കപ്പിൾസിനാണ്. കപ്പിൾസിന് പറ്റിയൊരു ആംബിയൻസിനാണ്. സ്വിമ്മിംഗ് പൂള്. സ്വിമ്മിംഗ് പൂളൊക്കെ ക്ലോസ്ഡ് ആണ്, വർക്കിംഗ് അല്ല. ബാണാസുര സാഗർ ഡാമിൻ്റെ ഒരു എൻഡാണിത്. ഇവിടുന്ന് റോഡ് പോയി കഴിഞ്ഞാൽ ഡാം കാണാൻ പറ്റും.
റിസപ്ഷൻ ലോബിയിൽ നിന്നുള്ള വ്യൂ ആണിത്. കിട്ടില്ലേ? ഇത് ഈ ബാണാസുര സാഗർ ഡാമിൻ്റെ ഈ സൈഡിലാണ് ഈ കേരളത്തിൽ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മത്സ്യക്കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഇവിടെ വളർത്തുന്നുണ്ട്. ഇവിടെ ചൂണ്ടിടാനൊന്നും പാടില്ല. മത്സ്യം ഇവിടെ മീൻ പിടിക്കാനൊക്കെ നിരോധിത മേഖലയാണത്. മാനന്തവാടിക്കടുത്തുള്ള പടിഞ്ഞാറത്തറയിൽ നിന്ന് ഒരു 4-5 കിലോമീറ്ററേ ഉള്ളൂ സിൽവർ വുഡ്സ് റിസോർട്ടിലേക്ക്. നല്ല ആംബിയൻസ് ആണ്. കപ്പിൾസിനാണ് ഏറ്റവും കൂടുതൽ സൂട്ടബിൾ ആവുക, കപ്പിൾസ് ആൻഡ് ഫാമിലി. പിന്നെ അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. രാവിലെ 11 മണി ആവാനായി. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഷെയർ ചെയ്യുക, ഒന്ന് പ്രോത്സാഹിപ്പിക്കുക.